ഞാൻ ഒറ്റ കിട്ടോളൂ ഇത്രയും ഒറ്റ കിട്ടിയവേ. നിങ്ങൾ ഇത് അറിയണം, ഒരു കൊടും ചതിയുടെ കഥ. സർപ്രൈസ് ആയിട്ട് വെച്ചേനു, അത് പറഞ്ഞും പോയല്ലോ. രക്ഷയുള്ളൂ സ്വാഗതം പറച്ചിലിന്. ഇവിടെ സീറ്റ് ബെൽറ്റ് എങ്ങോട്ടാ പോകുന്നു നമ്മള്? പിന്നെയോ വേറൊന്നും വേണ്ട. അങ്ങനെ നമ്മളിതാ ഓണത്തിന്റെ വാങ്ങിയിട്ടാ വരുവാ. ഓണത്തിനുള്ള അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഞാനും അൻവിയും കൂടി ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. പോയിട്ട് സാധനം വാങ്ങിട്ട് വരാം അല്ലേ? നമുക്ക് ഓണം അടിപൊളിയാക്കണ്ടേ? ആ സെറ്റ്. നമ്മളിപ്പോ ഇടിയല്ലേ ഇരുട്ടിക്കല്ലേ? എന്തിനാ വന്നേ? പൂ കിട്ടിയാ പോന്നല് നടന്നോ? അപ്പൊ നമ്മള് പൂവെല്ലാം വാങ്ങി എല്ലാം സെറ്റാക്കി. ഇനി നമ്മൾ അടുത്തത് പച്ചക്കറി സാധനങ്ങള്, ആഹാര സാധനങ്ങൾ, ഇനി ഉച്ചക്കുള്ള സദ്യക്കുള്ള സംഭവങ്ങൾ, പായസം, എല്ലാ സാധനങ്ങളും വാങ്ങണുണ്ട്. അപ്പൊ പിന്നെ ഇനി അതിന് പോവല്ലേ? പോവാ, പോയിട്ട് വരാം. നീ ഓരോരിക്കും ഇങ്ങനെ ബൈ ബൈ പറയണ്ട. എന്നാ എനിക്ക് വേണ്ടേ? എന്താ അൻപിക്കാണെങ്കിൽ മുട്ടായി വാങ്ങി. അമ്മി മുട്ടായി കിട്ടിയില്ലേ? ആ കിട്ടിയെന്ന് പറ. ഇല്ല ഞാൻ വാങ്ങി തന്നില്ല പറയവര്. വാങ്ങി തന്നെന്ന് പറ. ആ എങ്ങോട്ടാ പോന്നേ? ചെരുപ്പ് വെച്ച് നോക്ക്. പോക്കറ്റിൽ നിന്ന് കൈ എടുക്കും, എന്നിട്ട് നല്ല ഈ സ്റ്റൈല് വിടുന്നില്ല അല്ല മീ. എല്ലാവർക്കും ചെന്നാനിട്ട് കൊടുക്കുക എന്നുള്ള കർമ്മം ചെയ്തുകൊണ്ട് നമുക്കെന്നാ പിന്നെ ഇറങ്ങാം. നമുക്കെന്നാ പായസം കുടിച്ചാലോ? പായസം റെഡിയാണ്. ആ ഈ പായസം കേൾക്കുമ്പോ കൂടുതൽ ഓട്ടം നോക്കിയാ. തുടങ്ങിക്കോ. നീ പായസം രസം ഉണ്ടോ? അടിപൊളിയാ? അവരും ചോദിക്കണ്ടല്ലോ അല്ലേ? അമ്മ പിന്നെ പായസം കിട്ടിയപ്പോ നമ്മളൊന്നും വേണ്ട. അങ്ങനെ ഓണം പ്രമാണിച്ച് അമ്പല ദർശനം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ വീട്ടിൽ പോയിട്ടില്ല. ഇല്ല, എല്ലാം ചായ ആക്കാൻ വരണ്ടത്ര. ഇടാ എന്നാ പോവല്ലേ? ഹാപ്പി ഓണം പറഞ്ഞ. ഹാപ്പി ഓണം അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാരിക്കും ഈ കാണുന്ന എല്ലാരിക്കും ഹാപ്പി ഓണം അല്ലേ? ആ തുടങ്ങല് കുറച്ച് നേരത്തെ തുടങ്ങി. നമ്മൾ അമ്പലത്തിൽ പോയി വന്ന് ആദ്യം പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൂ അല്ലേ? അമ്പലത്തിൽ പോയി പൂവിട്ടോണ്ടിരിക്കുന്നല്ലേ? അന്നി എന്നാ മുണ്ടിടാത്തന്നുണ്ട് കുറച്ച് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അന്നിക്ക് മുണ്ട് മടുത്തെന്നാ പറയുന്നത്. കഴിഞ്ഞ ഓണാഘോഷ പരിപാടിക്ക് മുണ്ടിട്ട് പോയിട്ട് മുണ്ടിട്ട് പോയിട്ട് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അന്നി ഇപ്പൊ പേരിട്ടിട്ട് വന്നിട്ടാ. ഇപ്പൊ മൊത്തം പൂവെല്ലാം ഇത് അന്നി നല്ല കിടിലം പോലെ പൂവെല്ലാം ഇടുന്നുണ്ട്. നല്ല സെറ്റ് ആക്കുന്നുണ്ട് അല്ലേ? ആ കുമ്പോ സണിയാറിനുമില്ല, ഏട്ടത്തില്ല, അവര് രണ്ടാളും ഇല്ല. രണ്ടാളും രണ്ട് വഴിക്കായി. അവരെ ആനിവേഴ്സറിയും അങ്ങനെ, പിന്നെ ഇപ്പൊ ഓണവും അങ്ങനെ. എന്തോ കഴിഞ്ഞൊരു വിഷു നമുക്ക് ഒന്നിച്ച് എല്ലാരും വിഷു എല്ലാരും ഒന്നിച്ചുണ്ടായിന്. അതൊരു അടിപൊളി അതുകൊണ്ട് പൂക്കളം നല്ല അടിപൊളിയായിട്ട് ആവും. സദ്യന്റെ കാര്യത്തിന് മാത്രം പൂവിട്ട് കഴിഞ്ഞ പാട് ഫോട്ടോ എല്ലാം എടുത്തിട്ട് അച്ഛനും അമ്മക്കെല്ലാം അയച്ചു കൊടുക്കണ്ടേ? എങ്ങനെയുണ്ട് ചോദിക്കേ? ഇവരോട് ചോദിക്കണ്ടേ എങ്ങനെയുണ്ട്?
ഉച്ചക്ക് അമ്മേന്റെ അടുത്തേക്ക് പോകും കേട്ടോ. ഫോൺ നോക്കിക്കല്ലോ, വിട്ടോ പരിപാടി നോക്കി. ഉച്ചക്ക് പട്ടിണി കിടക്കാൻ കഴിയില്ല. അമ്മ പൂക്കൾ അടിപൊളിയാക്കണേ. ചായപ്രക്കോട് തൊടിക്കറ് അമ്മി ഞാനും കൂടി വരട്ടെ ഇരിക്കാം. വരട്ടെ പറ്റില്ലല്ലോ. ഞാൻ ഒറ്റ കിട്ടോളെന്ന് പറഞ്ഞിട്ട് ഇത്രയും ഒറ്റ കിട്ടിയേ. ആ അതോ ഇടുന്ന ഒരു മുഖം നോക്കിയ ഇങ്ങോട്ട് നോക്കിട്ട് പറ. എന്നിട്ട് ഇപ്പം കണ്ട അടുക്കള കയറുമ്പോൾ ഡ്രസ്സ് കണ്ട എന്താ സ്റ്റൈലാണ്. പൂവിട്ടത് മൊത്തത്തിലൊന്നും കാണിച്ചില്ല എന്ന് വേണ്ട. ഈ അറ്റത്തുള്ള പൂ വെച്ചത് മാത്രമേ ഞാനിട്ടുള്ളൂ. ബാക്കി മൊത്തം അൻപീൻ്റെ പരിപാടി കേട്ടാ. എല്ലാവരും കമന്റിൽ പറഞ്ഞ അറ്റത്തിട്ടത് ഇല്ലെങ്കിൽ അടിപൊളിയായിരിക്കും. അടുത്തതായി പായസം വെക്കൽ ചടങ്ങ് തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. പായസം വെക്കുന്നുണ്ടെന്ന് മറ്റേ ഓടി വന്ന് വിളിച്ച കേട്ടാ. ഞാൻ ആടുന്ന് ഏട്ടത്തി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൻപീന വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ അടുത്തതായി പായസത്തിനുള്ള ഒരുക്കങ്ങൾ ഇതാ തുടങ്ങി കഴിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ നിങ്ങൾ ഇതറിയണം, ഒരു കൊടും ചതിയുടെ കഥ. പ്രഥമനാക്കി തരാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പായസം മിക്സിന്റെ ഒരു പായസം എടുത്തിട്ട് ഇതാ ആക്കുന്നുണ്ട് കേട്ടോ. പാലിൽ വെച്ചിട്ട് എന്നെ പറ്റിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രാവിലെ മുതൽ എന്നോട് പറഞ്ഞത് പ്രഥമനാക്കും, പരിപ്പ് വെല്ലോ ഉള്ള സാധനങ്ങൾ തേച്ച് ഞാൻ വാങ്ങിക്കൊണ്ടെന്ന്. ഇപ്പൊ പറയുന്നത് തേങ്ങയില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ പായസം വെക്കുന്നില്ല. ഒരു മിക്സ് വാങ്ങിയത്, പായസം മിക്സ് വാങ്ങിയത് ഇതിന് മുമ്പ് 2 ദിവസം മുമ്പ് വാങ്ങി വെച്ചതുണ്ടേനു. ആ പായസം മിക്സ് വാങ്ങിയിട്ട് പായസം ആക്കുന്നുണ്ട്. എന്നെ തേച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതോട് രാവിലെ പറഞ്ഞിട്ട് ഞാൻ തേങ്ങ കൊണ്ട് കൊടുക്കുന്നു. സങ്കടമുണ്ട്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൽ കൊടുക്കുന്നുണ്ട് പായസം വെക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഇത്തിരി നേരമായിട്ട് പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ ഓണം സെപ്റ്റംബർ. ആ ശരി, അടുത്ത മാസമാണ്. സർപ്രൈസ് ആയിട്ട് വെച്ചേനു, അത് പറഞ്ഞും പോയല്ലോ. അത് സാരല്ല. ഒക്ടോബറിൽ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളെ ഫസ്റ്റത്തെ ഓണാണ് നമ്മുടെ ഹാപ്പി ഓണം. ഒന്നാമത്തെ അതിന് എന്നെ പറഞ്ഞ് പറ്റിച്ചിട്ട് പ്രഥമം വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചിട്ട് ഒരു പായസം മിക്സ് ഇട്ടിട്ട് അടപ്രധാന അടപ്പായസം ആക്കുന്നുണ്ട്. ഒരു വിധം അന്റിയാണ് നിന്നെ ഫോൺ വിളിച്ച് കഴിഞ്ഞില്ല കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം എന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ അമ്മ പരിപ്പായസം ആക്കിയിട്ടുണ്ടാവും. അതാണെങ്കിൽ അത് ഇനി ആടെ പോയാലും തേപ്പിൻ്റെ ആവുമെന്ന് കണ്ടറിയാം. പക്ഷെ ആടെ ഇഷ്ടം പോലെ തേങ്ങയുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയാൽ ആടെ തേങ്ങ ഒക്കേലും കെട്ടി പറിച്ചു കൊടുത്തു. അതുകൊണ്ട് ആടെ തേങ്ങയുണ്ട്, എനിക്കതറിയാം. അന്റി എന്നും ഫോണ് വിളിച്ച് കഴിഞ്ഞില്ല കേട്ടോ. അമ്മേനെ വിളിച്ചിട്ട് ആ പൂക്കൾ ഇട്ടതെല്ലാം ഇട്ട് കാണിച്ചു കൊടുത്ത് കൊടുക്കല. അപ്പം പാവ രാവിലെ തൊട്ട് ആടുന്ന ഒറ്റയ്ക്ക് ഇന്ന് ഇടുന്ന കാണുന്ന രസം അറിയാം. ഒരു ഫോട്ടോഗ്രാഫറെ കണ്ട ഓൻ്റെ നിപ്പും മാവെല്ലാം കണ്ടല്ല കള്ളം വെച്ചിട്ട് കണ്ട പക്ക ഫോട്ടോഗ്രാഫർ. ആരെ ഫോട്ടോ മോനെ എടുക്കുന്നേ? അമ്മമ്മേൻ്റെ ഫോട്ടോ എടുക്കലാ? ഓ അല്ല, സെൽഫി എടുക്കല അല്ലേ? സെൽഫി എടുക്കാൻ ഇങ്ങനെ നിൽക്കണോ? എടാ ക്യാമറ എല്ലാം എടുക്കുന്നത് കൈമാറടാ. ക്യാമറ പൊത്തി പിടിച്ചിട്ടാ ഫോട്ടോ എടുക്കുന്നത്. അമ്മമ്മേൻ്റെ ഫോട്ടോ എടുത്താട്ടെ. ആ വട്ടെല്ലാം വന്നു. അൻവി ഫുള്ള് ആടുന്ന് പാചകത്തിൻ്റെ ഫോട്ടോ എല്ലാം എടുക്കലാട്ടാ. പക്ഷേ സെൽഫി ക്യാമറ ഓണാക്കി വെച്ചിട്ട് അതായാലും വലിയ കോമഡി. ഇവരാടുന്ന് ഭയങ്കരമായിട്ട് പോസിങ്. ഇവളപ്പൊക്കെ അങ്ങ് നെയ്യെല്ലാം ഇടുന്നതെല്ലാം ഭയങ്കര സ്ലോ മോഷനിലാണ് നെയ്യ് ഇടുന്നത് പായസത്തിൽ. ആ മുത്തല് നോക്കിയാ യാ മോനെ. ഇത് കണ്ടാ ഞാൻ വാങ്ങിയ ബെല്ലം കണ്ടാ?
ഇതൊന്നല്ല, ഇതിനെക്കാട്ടും വെല്ലം ഉണ്ട്. ഇത് പഴയതാ, ഇത് മുന്നേ വാങ്ങിയതാണ്. പക്ഷെ ഞാൻ വാങ്ങിയതുണ്ട്, കിലോ കണക്കിന് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അല്ല അമ്മീനോട് എന്ത് പായസം എന്നാ പറഞ്ഞിന്ന്? ഇന്ന് എന്ത് പായസാക്കുന്ന പറഞ്ഞു? ബെല്ലെല്ലാം ഇട്ടിട്ടുള്ള പായസം എന്നല്ലേ പറഞ്ഞു അല്ലേനു? ആ പക്ഷെ ഇപ്പൊ ഏത് പായസം ആക്കുന്നു നോക്കിയാട്ടെ. ഫോട്ടോഗ്രാഫറെ പോയിട്ട് ആ വീഡിയോ ഓഫ് ആക്കിയിട്ട് വാ. അങ്ങനെ നമ്മളെ ഓണസദ്യ റെഡിയായിരിക്കുകയാണ്. ഓണസദ്യ എന്ന് പറയാൻ വലിയ സംഭവമൊന്നും ഇല്ലെങ്കിലും നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. നമുക്കുള്ള മിനി ഓണസദ്യ. ആദ്യം അമ്മീൻ്റെ ഇല തന്നെ അല്ല അമ്മീ? ആ അമ്മിക്ക് ആദ്യം തന്നെ ചോറ് വിളമ്പി. നമ്മളെ ഇവിടെയുള്ള ഓണാഘോഷ പരിപാടി, നമ്മൾ ഓണാഘോഷം ഒന്നും പറയാൻ പറ്റില്ല, പൂവിടല്, സദ്യ വെക്കല്, ഫുഡടി, വേറൊന്നുമില്ല ഓണത്തിന്. അപ്പോൾ അതന്നെ സാധാരണ പരിപാടി. പിന്നെ അപ്പോൾ ഇനി അതല്ല നമ്മൾ ഓണ സദ്യ കഴിക്കാൻ പോക്കാന്ന്. ഓണം കഴിഞ്ഞാൽ പൂ കളയണം. അതിന് മുമ്പ് അമ്മി എല്ലാവർക്കും ഹാപ്പി ഓണം എന്ന് പറഞ്ഞു. എല്ലാവർക്കും പുതിയ വീഡിയോകൾക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഓണം പറയട്ടെ, പുതിയ വീഡിയോ തുടക്കത്തിലല്ലേ? എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും ഹാപ്പി ഓണം അങ്ങനെയാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. യേ ടാറ്റാ. ടാറ്റാ ബൈ ബൈ.